വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലി പുതിന ഇലയാണ്. 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 കശുവണ്ടി ഹോൾ സ്പൈസസ് വേണം. പിന്നെ ചതയ്ക്കാനായിട്ട് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 500 ഗ്രാം ചിക്കൻ, ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തത്, നന്നായിട്ട് പഴുത്ത തക്കാളി ഒരെണ്ണം വേണം, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇത് നമ്മൾ കൈമ റൈസിലാണ് ചെയ്യുക. അപ്പോൾ 1 കപ്പ് കൈമ റൈസ് കഴുകി ഇതേപോലെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കശുവണ്ടി, പെരുംജീരകം, കുരുമുളക്, ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ചതച്ച മസാലയും 1 സവോള, അതിൻ്റെ ഒപ്പം മല്ലി പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റാൻ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. മസാലയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട്. ഇത് ഉപ്പൊക്കെ പിടിച്ച് ചിക്കൻ്റെ കളറൊന്ന് വെള്ളയാവണം. അതിന് ശേഷമാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ചിക്കൻ ഇതേപോലെ ആവും. അപ്പം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കൈമ റൈസ് ചേർത്ത് കൊടുക്കുക. അരി ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കണേ. നിങ്ങളിതിലേക്ക് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പച്ചവെള്ളം ആയിക്കഴിഞ്ഞാൽ ചോറ് വല്ലാതെ കുഴഞ്ഞ് ഒട്ടിപ്പോവും. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കുക. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറക്കുക. അപ്പം നമ്മുടെ അടിപൊളി ചെട്ടിനാട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിൽ വേറെ സ്പൈസസും മസാലയും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. വെറും 20 മിനിറ്റിൽ നമുക്ക് ഈ അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.